ഇന്നലെ രാത്രി എപ്പോഴാ വന്നേ? കുറച്ച് വൈകി, അതുകൊണ്ട് അമ്മയെ വിളിക്കേണ്ടെന്ന് കരുതി. ജോത്സ്യം വന്നിട്ടുണ്ടമ്മേ പൂജയുടെ കാര്യങ്ങൾക്കേ. നല്ല കാര്യത്തിനല്ലേ, നടക്കട്ടെ. പിന്നെ അമ്മേ, സാധാരണ പൂജ പോലൊന്നും അല്ല. എന്തെങ്കിലും ബഹളമൊക്കെ കേട്ടാലും അമ്മ അതൊന്നും കാര്യാക്കണ്ട. എന്തിനാ ബഹളം? ആഭിചാര കർമ്മങ്ങൾ വല്ലതുമാണോ? അല്ല, ഞാൻ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ. വീണ എവിടെ? പൂജയുടെ കാര്യങ്ങളാവുമ്പോ എല്ലാം അവളെ മുൻനിർത്തിയാണല്ലോ. അതൊക്കെ അവള് വേണ്ട പോലെ ചെയ്തോളൂ. അതൊക്കെ എനിക്കും അറിയില്ലേ. നല്ലവളാ എന്റെ കുട്ടി. നിങ്ങളെ എല്ലാവരെയും അവൾക്ക് ജീവനാ. കിടക്കുന്നതിന് മുമ്പൊരു പ്രാർത്ഥനയുണ്ട്. അതിൽ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്റെ കുട്ടി. അച്ഛനുമില്ല, അമ്മയുമില്ല. അവൾക്ക് നിങ്ങളെ ഉള്ളൂ. എന്റെ കണ്ണടഞ്ഞു പോയാലും അവളെ നിങ്ങൾ നന്നായി നോക്കില്ലേ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ? കേട്ടമ്മേ, അവളുടെ കാര്യത്തിൽ ഒരു കുറവും വരില്ലമ്മേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ വാതിലടച്ചോളാം. എന്തിനും വാതിലടയ്ക്കുന്നത്? അല്ല, അവിടെയുള്ള ശബ്ദമൊന്നും അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അമ്മേ ഭഗവതി, എല്ലാം നന്നായി നടക്കണേ. ഇനി നിന്നെ അലഞ്ഞു നടക്കാൻ നാം സമ്മതിക്കില്ല. ഇവിടെ ഈ കളത്തിൽ വന്നിരിക്കുക. ഇല്ല, ഇവിടെ വന്ന് ഈ കളത്തിലിരിക്കാൻ ഇവരെ ഉപദ്രവിക്കാതെ ഒഴിഞ്ഞു പോകാമോ നിനക്ക്? ഇല്ല, ഒഴിഞ്ഞു പോയേ പറ്റൂ. ഇല്ല, ഇല്ല, ഇല്ല. എങ്കിൽ നിന്നെ തളയ്ക്കാൻ നമുക്കറിയാം. അമ്മ തള്ളരുത് കുട്ടി, നാം പൂജാരിയാ. വേണ്ട. ഇവളെ അഭ്യാസിയാ. ഇവളെ തളയ്ക്കാൻ നമ്മെ കൊണ്ട് പറ്റില്ല. അയ്യോ അയ്യോ. ജോത്സ്യർ പോലും നമ്മളെ കൈവിട്ടു. ഇനി അവള് നമ്മളെ കൊല്ലുവോ? ദൈവങ്ങളെ വിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ ദൈവനിഷേധമല്ലേ? കേട്ടോ, ഏതെങ്കിലും ഒരു ഉഗ്രമന്ത്രവാദിയെ കണ്ടെത്തിയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ മോഹങ്ങളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. ഞാനും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ. കോട്ടപ്പുറത്ത് അതിഗംഭീരനായ ഒരു മന്ത്രവാദി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് എറ്റുകളെ തളച്ചിട്ടുണ്ടത്രേ. തിരുവാങ്കോട് തമ്പുരാനെന്നാ ആളുകൾ വിളിക്കുന്നേ. എങ്കിൽ പോയാലോ നമുക്ക്? ദൂരെ ഏറെയുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു സഞ്ചാരി കൂടിയാ. സ്ഥലത്തുണ്ടോന്ന് പോലും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇനി അടി കൊള്ളാൻ വയ്യ. ശരീരമാകെ ചതഞ്ഞു ഞൊറുങ്ങി വേദനിക്കുന്നു. മതിയായി.
അവളെ കൊല്ലണ്ടായിരുന്നു. അതവളാണ്. അവള് നമ്മളെ അവസാനിപ്പിക്കാൻ വേണ്ടി വന്നത്. എന്തു പറ്റി? എല്ലാവരും തളർന്നിരിക്കുന്നല്ലോ. നിങ്ങൾ എന്തിനാ വന്നത്? ആപത്തുണ്ടായപ്പോ എന്നെ ചതിച്ച് ഓടിപ്പോയതാ. നിങ്ങളെ വിശ്വസിച്ചാണ് ഇദ്ദേഹത്തെ നിങ്ങളുടെ കൂടെ കുഴിമാടത്തിലേക്ക് മണ്ണെടുക്കാൻ വിട്ടത്. എന്നിട്ട് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോ എന്തായിരുന്ന അവസ്ഥ എന്നറിയോ? ഞങ്ങൾക്ക് നിങ്ങളുടെ സേവനവും വേണ്ട, നിങ്ങളുടെ ഗുരുവിന്റെ സേവനവും വേണ്ട. ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ വേറെ മാർഗം നോക്കിയോളാം. വീണയെ ഒഴിപ്പിക്കാൻ വന്നിട്ട് ജീവനും കൊണ്ട് ഓടി നിങ്ങളുടെ ഗുരു. പൊയ്ക്കോളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ?